ഉന്നത വിദ്യാഭ്യാസ മേഖല തുടർച്ചയായി വിവാദത്തിലും പെട്ടുപോകുന്നുണ്ട്. അവിടെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിയമനം മുതൽ വലിയ രീതിയിൽ പ്രതിഷേധം. ഇപ്പം ശ്രീ ബി അശോകിനെ നിയമിച്ചതിൽ SFI ഒക്കെ രൂക്ഷമായ വിമർശനം ഉയർത്തുന്നു. അദ്ദേഹത്തിൻ്റെ മുൻ നിലപാടുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമൊക്കെ ഉണ്ടായിരുന്നു. താങ്കളുടെ കൂടി പൂർണ്ണ സമ്മതത്തോടെയായിരുന്നു ആ നിയമനം? അല്ല, സർക്കാർ ഒരു IAS ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ഗവൺമെൻറ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി. അങ്ങനെ ചില ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ UDFന് ഒരു തീരുമാനമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ ആ ഉദ്യോഗസ്ഥരെ നമ്മൾ സർവീസിൽ തിരിച്ചെടുത്തു. സർവീസിൽ തിരിച്ചെടുത്ത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് അവരുടെ യോഗ്യതയ്ക്ക് അനുസൃതമായിട്ടുള്ള പോസ്റ്റിംഗ് കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഭരണപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. നമുക്കൊരു IASകാരനെ കൊണ്ടുവന്ന് വെച്ചിട്ട് വില്ലേജ് ഓഫീസറായിട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് അവരുടെ കോമ്പിറ്റൻസി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അവർക്ക് പോസ്റ്റിംഗ് കൊടുക്കുന്നത്. അവരുടെ കഴിവ്, അവരുടെ സേവനം സർക്കാരിൻ്റെ ഭരണത്തിന് ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഒരു ഭരണ സംവിധാനത്തിൻ്റെ, ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോസ്റ്റിങ്ങുകളൊക്കെ നടന്നിരിക്കുന്നത്. നമ്മൾ പിന്നെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു നയമുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ നയം നടപ്പിലാക്കുക എന്നുള്ളതാണ് എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സർക്കാർ പരിശോധിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അക്കാര്യത്തിൽ നമ്മൾ തികഞ്ഞ വിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.